ഒരു അനിമൽ റെസ്ക്യൂറായി ഞാൻ എന്റെ ജീവിതത്തിൽ ഈ 40 വയസ്സിനിടയ്ക്ക് കേട്ട ഏറ്റവും വലിയ അനിമൽ ക്രൂവൽറ്റിയുടെ ഒരു സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും വലിയ ക്രൂരതയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ കയറിയിട്ട് ഈ പാവ അമ്മകൾ, പല ആളുകളും പറയും നിനക്കൊക്കെ അത്ര ഇഷ്ടമാണെങ്കിൽ തിരുവനായ്ക്കുള്ള റോട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി നോക്കണം എന്നൊക്കെ പറയും. അങ്ങനെ വീട്ടിലെടുത്ത് നോക്കുന്ന ഡോഗ്സിനെ അവിടെ അതിക്രമിച്ച് കയറി 2 വയസ്സായ അമ്മമാർ. എന്ത് സുരക്ഷയാണ് ഇവിടെ കേരള ഗവൺമെന്റ് ഇവർക്ക് നൽകുന്നത്? ഈ 2 അമ്മമാർക്ക് എന്ത് സുരക്ഷ നൽകുന്നത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അടുത്ത് വീടുകളൊന്നും ഇല്ലാത്ത കോമ്പൗണ്ടിലും ചുറ്റും കമ്പിവേലി കെട്ടിയിട്ട് അവർ സ്വന്തം വീടിന് അകത്ത് വളർത്തുന്ന നായകളെ, പങ്കജാക്ഷൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടറിയുന്ന ആളാണ്. അയാളും അയാളുടെ കൂട്ടാളികൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലില്ലാത്ത ആളുകളാണ്, വേറെ ഏതോ നാട്ടുകാരാണ്. അവിടെ വന്നിട്ട് അവർ ഫുൾ സൈനൈഡും കാര്യങ്ങളായി വന്നിട്ട് ഈ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോഗിനെ, അത് പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റ് ഔട്ടിനകത്ത് 4 കുട്ടികൾ 5 കുട്ടികൾ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കൂടെ വന്നിട്ട് ഈ അമ്മമാരുടെ എതിർപ്പൊന്നും വക വെക്കാതെ ആ മിണ്ടാ പ്രാണി പ്രസവവേദന തുടിക്കുന്ന സമയത്ത് കുടുക്കിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് വഴിയിലൂടെ വിട്ട് ഇഴച്ചു. അപ്പൊ ഈ പാവം 2 അമ്മമാർ ചേർന്നിട്ട് അതിനെ തടഞ്ഞു നിർത്താൻ നോക്കി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഗതികളായിട്ടുള്ള ഈ പാവങ്ങളെ തടഞ്ഞു നിർത്താൻ നോക്കി. അവർ ആ മതിലിടിഞ്ഞു അവിടെ വീണു. എന്നിട്ട് പോലും ഈ പങ്കജാക്ഷനും ടീമും അത് നിർത്തിയില്ല. എന്നിട്ട് ആ ഡോഗ് വലിച്ചു വെച്ച് പോകുമ്പോൾ പ്രാണവേദനയിൽ അത് പ്രസവിച്ചു. അവരതിനെ സൈനൈഡ് കുത്തിക്കുന്നു. അതുപോലെ തന്നെ 3 വയസ്സ് പ്രായമുള്ള ഒരു ഡോഗ് ഈ സിറ്റ് ഔട്ടിൽ കിടന്ന് വേറൊരു ഡോഗ്, ആ ഡോഗ് അത് കണ്ട് പേടിച്ച് നിൽക്കുന്ന ആ പാവം ഡോഗിനെ അവർ കൊന്നു. ഈ വയസ്സായ അമ്മമാരുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ഈ 6ഓളം പേര് ഗേറ്റ് ചാടി വന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ രാജ്യത്തെ സുരക്ഷ? ഇത്രയും ക്രിമിനൽസ് ഉള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇവരൊക്കെ ശരിക്കും പറഞ്ഞ മനുഷ്യരാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിത് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ചില മനുഷ്യ സ്നേഹികൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മുഹമ്മൂടി അണിഞ്ഞ കുറേ എണ്ണങ്ങളുണ്ട്. അവർ വിചാരിക്കും ഇത് വെറും നായയല്ലേ, നായയോട് അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, അങ്ങനെ തന്നെ വേണം, അതാണ് ഇതാണെന്ന് കുറേ എണ്ണങ്ങൾ പറയും. എടോ, ഇങ്ങനെ ചെയ്യുന്നവനുണ്ടല്ലോ, ഇവന്റെ മനസ്സാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതുപോലെ ഒരു നായേനെ, ബ്രൂണോ എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്, അതിനെ കടപ്പുറത്ത് വെച്ച് കുറേ കുഞ്ഞുങ്ങൾ ചൂണ്ടക്കണിയെ കുത്തിപ്പൊക്കിയിട്ട് തല്ലിക്കൊന്നു. അപ്പോൾ ഇവന്റെയൊക്കെ മനസ്സൊന്ന് ആലോചിക്കും. ഇവർ നാളെ എന്നൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുമായിരിക്കും എന്നറിയോ? ഇവരൊക്കെ നാളെ നിങ്ങളുടെ വീട്ടിലെത്തും. ഇവർ മനുഷ്യനോട് ഇതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ആർക്കെങ്കിലും സാധിക്കുമോ? മനുഷ്യപ്പറ്റുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു നായ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അത് പ്രസവിച്ചു. അത് കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊരു മനുഷ്യനാണ് ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരാതിരിക്കുക? മനുഷ്യനെ പോലെ ക്രൂരതയുള്ള ഒരു ജീവി ലോകത്തുണ്ടോ എന്ന് തന്നെ സംശയം. ഈ കുറേ മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്ന ആൾ, ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മനുഷ്യസ്നേഹികളോട്. നിങ്ങളുടെ കുട്ടീനെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഒറ്റക്കാക്കി പോകണം? പുറമേന്ന് നിങ്ങൾ പൂട്ടിയിട്ട് പൊക്കോ, നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്തായിരിക്കും? വീട് അടച്ചുറപ്പുണ്ടേ, നിങ്ങളുടെ ഉള്ളിലെ ഭയം എന്തായിരിക്കും? പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ ആനയോ സിംഹമോ കടുവയോ വന്ന് ആക്രമിക്കുമോ എന്നുള്ളതായിരിക്കുമോ നിങ്ങളുടെ ഭയം? അതോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മോൻ ആ പൂട്ട് ചവിട്ടി തുറന്നകത്ത് കയറി കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ എന്നുള്ളതായിരിക്കുമോ നിങ്ങളുടെ ഭയം? സത്യസന്ധമായിട്ട് മറുപടി പറയണേ. ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മനുഷ്യനെ ആക്രമിച്ച വാർത്തകളാണ് ഏറ്റവും കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ ആക്രമിച്ച വാർത്ത ഒരു 100 എണ്ണം കണ്ടെങ്കിൽ പോലും അവൻ അത് വിഷയമില്ല, അവനത് സ്വാഭാവികമായിട്ട് മാറി. അതേസമയം അതിനിടയ്ക്ക് ഒരു പട്ടി കടിക്കുന്ന ഒരു വാർത്ത കണ്ടേ, അവൻ അന്നേരത്തേക്ക് അവന് ഭയങ്കര പ്രശ്നമാണ്. ഞാനതിനെ ന്യായീകരിക്കുമൊന്നുമല്ല. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നു, ഒരു ദിവസം ഒരു 5ഓ 6ഓ വാർത്ത നമ്മൾ കേൾക്കും. മനുഷ്യനെ ഉപദ്രവിച്ചത്, കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ തല്ലിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ ഭാര്യയെ തല്ലിക്കൊല്ലുന്നത്, സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നത്. ഇതൊക്കെ മനുഷ്യനല്ലേ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ജീവി സ്വന്തം കുഞ്ഞിനെ ഇതുപോലെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യനല്ലാതെ.